ഹായ് ഹലോ, വേൾഡ് കപ്പിന്റെ ഫൈനൽ ഓഫീസിൽ വെക്കുന്നുണ്ട്. നമ്മളൊരു 8:30 ആയപ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്ന് ചാടി. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം സമയമാവുന്നതുകൊണ്ട് തിരിച്ചു വരവ് എന്തായാലും നടക്കില്ല. പിന്നെ നമ്മൾ മെട്രോ ഒക്കെ കയറി നേരെ ഓഫീസിലോട്ട്. മെട്രോയിൽ പോകുന്ന ഞങ്ങളുടെ കോലമാണ് ഈ കാണുന്നത്. കോളനി പിള്ളേർക്ക് പോലും ഇതിനും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത്യാവശ്യം നേരത്തെ എത്തിയോണ്ട് തന്നെ നമ്മൾ ചായയും പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങി. നല്ലൊരു ഓഫർ ഉണ്ടായിട്ടോ. ഞാനൊന്നും വാങ്ങിയില്ല, ഇവരൊക്കെ വാങ്ങി. നമ്മളുടെ പോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ കളിയൊക്കെ പക്കയായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. അവിടെ എത്തിയ പാടെ സമയം കളയാനായിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ സീരീസ് ഇരുന്ന് കണ്ടു കേട്ടോ. ഓൾറെഡി ഒരു സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കി 3 സീരീസ് നമ്മൾ അവിടെ ഇരുന്നിരിപ്പിൽ കണ്ടു. പിന്നെ സാറ് കുറച്ച് ലേസും കൊക്കക്കോളയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മുടെ കളി തുടങ്ങി. ബാക്കി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അർജന്റീന ജയിക്കും എന്നാണ് കരുതിയത്, പക്ഷെ സ്പെയിൻ ജയിച്ചു. എനിക്ക് കളിയൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അർജന്റീന ഫാനായിരുന്നു. എൻ്റെ ആഗ്രഹം അർജന്റീന ജയിക്കണം എന്ന് തന്നെയായിരുന്നു, പക്ഷെ ജയിച്ചില്ല. കളി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ആ നേരത്ത് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. ഹോസ്റ്റലിൽ തുറക്കുമ്പോൾ തന്നെ 5:30 ആവും. അപ്പോൾ സാർ ഞങ്ങളെയും കൊണ്ട് നേരെ ചായ കുടിക്കാൻ കൊണ്ടുപോയി. പിന്നെ സാറിന് ഒറ്റ മൈൻഡിൽ നമുക്ക് ചെറായിലോട്ട് പോകാം എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ നേരെ ചെറായിലോട്ട് വിട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ നേരത്തേക്ക് കടലാണെന്ന്. അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയും പെയ്തു. അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലെത്തിനും നേരെ ഫ്രണ്ടിൽ വാർഡൻ. അങ്ങനെ വാർഡൻ്റെ വായിലിരിക്കുന്നതും കേട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഒരു ഉറക്കം പാസ്സാക്കി. ഒരു പൊടി പോലും നമ്മൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.